വെൽക്കം ചേച്ചി. ഇന്ന് ബ്യൂട്ടി സ്പോട്ടിൽ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഹോം റെമഡീസ് ആയിട്ടുള്ള ഒരു ഫേഷ്യലാണ് ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇയാളെ സ്കിന്നിനനുസരിച്ചുള്ള ഫേഷ്യൽ ആണ് ഇപ്പോൾ ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ചെയ്യാം. നമുക്കെല്ലാവർക്കും വീട്ടിൽ ചെയ്യാവുന്ന ഒരു ഫേഷ്യലാണിതിപ്പോൾ. ആദ്യം ടോണറായിട്ട് പാലാണ് ഉപയോഗിക്കുന്നത്. പശുവിൻ പാൽ ഉപയോഗിച്ച് ടോണറായിട്ട് ഇത് വൈപ്പ് ചെയ്തെടുക്കും. ടോണറായിട്ട് ഇത് ഉപയോഗിക്കാം. പശുവിൻ പാൽ നല്ലതായിട്ട് ഉപയോഗിച്ചാലേ മുഖത്തിന് നന്നായിട്ട് തിളക്കം കിട്ടുന്നതാണ്. അടുത്ത് നമ്മൾ സ്ക്രബായിട്ട് പഞ്ചസാരയും തേനുമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നാച്ചുറലായിട്ടുള്ളതാണ്. അപ്പോൾ പഞ്ചസാരയും തേനും ഉപയോഗിച്ചിട്ട് നമ്മൾ സ്ക്രബ് ചെയ്യുന്നു. എത്ര നേരം സ്ക്രബ്? 5 മിനിറ്റ് സ്ക്രബ് ചെയ്യുന്നു. ഇതിപ്പോൾ എല്ലാവർക്കും വീട്ടിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ പിന്നെ കൂടുതൽ ചിലവൊന്നുമില്ല. നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെയാണ്. നെക്സ്റ്റ് നമ്മൾ സ്ക്രബ് ചെയ്തതിന് ശേഷം അത് മുഖത്ത് ഡെഡ് സ്കിന്നെല്ലാം പോയിട്ട് നേരെയുള്ളതായിട്ടുള്ള സ്കിൻ വരാൻ പറ്റും. സ്കിൻ സ്മൂത്ത് ആവാൻ എപ്പോഴും ഇങ്ങനത്തെ നമ്മുടെ ഹോം റെമഡീസ് ആയിട്ടുള്ള മിൽക്ക്, ഷുഗർ, ഹണി ഇതൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇതാകുമ്പോൾ സൈഡ് എഫക്റ്റും ഇല്ല, റിയാക്ഷൻ ഇല്ല. നോർമൽ നാച്ചുറൽ ആയിട്ടുള്ള അതാണ് കൂടുതൽ പ്രിഫേർഡ്. അതെന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ വേറെ സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാകുന്നില്ലല്ലോ. ഇപ്പോൾ കെമിക്കൽ യൂസ് ചെയ്യുന്നവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുള്ള സ്കിന്നുണ്ട്. അപ്പോൾ അവർക്കൊരു എപ്പോഴും ഒരു ആശ്വാസമാണ് ഈ നാച്ചുറൽ ആയിട്ടുള്ള ഹോം റെമഡീസ്. ഒരു വിശ്വാസമുണ്ട്. ഇതിപ്പോൾ എന്താണ്? ക്യാരറ്റ് ജ്യൂസ് എടുത്തിട്ട് ഞാൻ ഒന്ന് മസാജ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? അത് കൂടുതൽ തിളക്കവും സ്മൂത്ത്നെസ്സും എല്ലാം വരുന്നുണ്ട് സ്കിന്നിന്. എത്ര വർഷമായി വീട്ടിലൊക്കെ വന്നിട്ട്? ഇപ്പോൾ 7 വർഷമായി. എന്തുകൊണ്ടാണ് ഇത് തിരഞ്ഞെടുക്കാനുള്ള കാരണം? എനിക്ക് കൂടുതൽ ഇഷ്ടമായിരുന്നു ഈ ഫീൽഡ്. പിന്നെ വിവാഹത്തിന് ശേഷമാണ് ഞാൻ പഠിച്ചെടുത്തിട്ട് പിന്നെ ഇപ്പോൾ ക്യാരറ്റ് ജ്യൂസ് അല്ലാതെ വേറെ എന്തെങ്കിലും? പപ്പായ, ഒക്കെ ഫ്രൂട്ട്സും നമുക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസിൽ പിന്നെ വെജിറ്റബിൾസായ ക്യാബേജ്, പിന്നെ ക്യാരറ്റ്, ക്യാബേജ് ഇല്ല ക്യാബേജ് ജ്യൂസായിട്ട് അടിച്ചെടുത്തിട്ട് മുൾട്ടാണി മിൽട്ടിയിൽ ചേർത്തിട്ട് ഒരു പാക്കായിട്ട് ഇടാം. അത് ഗ്ലോയ്ക്ക് വേണ്ടി തന്നെയാണ്. ഇത് ഗ്ലോയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പേക്കായിട്ടിടാന്ന് മുൾട്ടാണി മിൽട്ടിയും മുൾട്ടാണി മിൽട്ടിയും പപ്പായയാണ്.
പാക്ക് എത്ര മിനിറ്റ് ഇടേണ്ടി വരും? 10 മിനിറ്റ് വേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് ഉണങ്ങിയതിന് ശേഷം വേപ്പ് ചെയ്ത് കളഞ്ഞത്. ഇത് 10 മിനിറ്റ് കൂടുതലായി. അതെ, ഇനി വേപ്പ് എടുക്കും. ഇവിടെ വേറെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ഫേഷ്യൽ, പെഡിക്യൂർ, മാനിക്യൂർ, പിന്നെ ബോഡി സ്പാ അത് ചെയ്യുന്നുണ്ട്. പിന്നെ ബ്രൈഡൽ മേക്കപ്പ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഫിനിഷായി? ഫിനിഷായി. നമ്മൾ ടോൺ ചെയ്തു, പിന്നെ സ്ക്രബ് ചെയ്തു, മസാജിങ് ചെയ്തു, പിന്നെ പാക്കിട്ട് ക്ലീൻ ചെയ്തു. ഇത് ഡെയിലി വേണമെങ്കിലും ചെയ്യാം, ആഴ്ചയിൽ 3 ടൈംസ് വേണമെങ്കിലും ചെയ്യാം. ഇത് അധികം ചിലവില്ലാത്ത ഒരു എളുപ്പം നിങ്ങളുടെ മുഖം ഗ്ലോ ആവാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും ചെയ്യുക ഇതുപോലത്തെ.